കുട്ടികളെ തല്ലണം. കുട്ടികളെ തല്ലിയാലേ കുട്ടികൾ നന്നാവുള്ളൂ. ചില ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് തല്ല ആവശ്യമുണ്ട്, ചില സമയത്ത് നമ്മൾ തല്ലണം എന്നുള്ളതൊക്കെ ഓക്കെയാണ്, മനസ്സിലാക്കി. കുട്ടികൾ നന്നാവാൻ വേണ്ടി തല്ലുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ? അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി തല്ലുന്ന എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഭൂരിഭാഗവും എനിക്ക് ആ സമയത്ത് കൺട്രോൾ കിട്ടിയില്ല എന്നുള്ളതല്ലേ തല്ലല്. അവിടെ കുട്ടികളെ തല്ലുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്റെ ഫ്രസ്ട്രേഷൻ തീർക്കലാണ്, ഇന്റെ ദേഷ്യം തീർക്കലാണ്. ചില ഘട്ടത്തിൽ കുട്ടികൾക്ക് തല്ലാവശ്യമുണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ കുട്ടികളുടെ ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ വെറുപ്പ് ഇറക്കി വെക്കാനുള്ള സ്ഥലമാക്കി മാറ്റരുത് കുട്ടികളെ തല്ലുന്ന സമയം. അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ കുട്ടികൾ ഇത് വെറുപ്പ് തീർക്കുന്ന ഒരു സാധനമായിട്ട് മാത്രമേ മനസ്സിലാക്കുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 7 വയസ്സായ കുട്ടീനെ നിസ്കരിപ്പിക്കണം എന്ന് പറയും, 10 വയസ്സായ അടിച്ച് നിസ്കരിപ്പിക്കണം എന്ന് പറയും. എന്നിട്ട് ഇത് നടപ്പിലാക്കാൻ എന്തൊരു തല്ലാണ് എല്ലാവരും തല്ല. ഇതേ പ്രവാചകൻ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് കഴിഞ്ഞു നമ്മള് കുട്ടികളെ തലയിലേക്ക് കയറാൻ. എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണോ ഞാൻ അടുത്ത ആളിലേക്ക്, എന്റെ കുട്ടീന്റെ വിഷയത്തിലേക്ക് കയറാൻ വേണ്ടി പോണത്? അങ്ങനെയാണോ? അല്ല. ഇതെനിക്ക് ഇഷ്ടമുള്ള പണിയാണ്, ഇതെനിക്ക് എളുപ്പമുള്ള പണിയാണ്. അതുകൊണ്ടാണ് തല്ലണത് എങ്ങനെയാണെന്ന് അതിന്റെ വിധി പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തല്ലാൻ പേടി വരും. തല്ലാൻ ഇഷ്ടമുള്ളതാണ് നമ്മൾ തല്ലണത്. നമുക്ക് ഈ വിഷയം എളുപ്പമുള്ളതാണ്, അപ്പൊ തല്ലുക. അപ്പൊ നമുക്ക് കുറെ കാരണങ്ങൾ നമ്മൾ നിരത്തും. ഇല്ലല്ലോ കുട്ടി നിസ്കരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ചരിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പ്രവാചകൻ കുട്ടികളെ തല്ലി നമസ്കരിപ്പിച്ചതായിട്ടോ പ്രവാചകൻ കുട്ടികളെ തല്ലിയതായിട്ടോ കാണിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു അനുമതി തന്നിട്ടുണ്ട്. ആ അനുമതി എങ്ങനെയാണെന്നൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ തല്ലുന്ന രീതിയൊക്കെ മാറും. അവനവനെയാണ് ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത്. ഞാൻ എന്നെ പൂർണ്ണമായിട്ട് പ്രവാചകന്റെ ചര്യ ക്ലിയർ ആക്കിയിട്ടുണ്ടോ? നമ്മൾ കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് മാതൃകയാണോ? അല്ല. നമ്മൾ എല്ലാ പ്രശ്നങ്ങളും കാണിക്കും, എന്നിട്ട് കുട്ടി നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞ് തല്ലും. നമ്മൾ വീട്ടിലിരുന്ന് പരിദോഷണം പറയും, കുട്ടി നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞ് തല്ലും. ഇതിൽ എവിടെ ഉണ്ട് ശരി? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പല ആൾക്കാരും അടിക്കുന്നത് അവരവരുടെ ദേഷ്യം തീർക്കാനാണ്.